അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വീണ്ടും നിരാശ നൽകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യക്കാർക്ക് US ഗ്രീൻ കാർഡ് ലഭിക്കുക എന്നത് ഇനി അസാധ്യമായ കാര്യമായി മാറുകയാണോ എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രധാനപ്പെട്ട വിസ വിഭാഗങ്ങളെല്ലാം കാത്തിരിപ്പ് പട്ടികയിലാവുകയും കോട്ടകൾ പൂർണ്ണമായി തീരുകയും ചെയ്തതോടെ പലരുടെയും ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കാത്തിരിപ്പ് ഇത്രയധികം നീളുന്നത്? വർഷങ്ങളായി ക്യൂവിൽ നിൽക്കുന്ന കുടുംബങ്ങളെ കാത്തിരിക്കുന്ന മറ്റ് പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും പുതിയ വിസ ബുള്ളറ്റിൻ പുറത്തുവിട്ടു. 2026 ഓഗസ്റ്റ് മാസത്തെ വിസ ബുള്ളറ്റിനാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലെ പോലെ തന്നെ ഇന്ത്യൻ അപേക്ഷകർക്ക് ഈ വിസ ബുള്ളറ്റിനും ആശങ്ക ഉയർത്തുന്നതാണ്. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന EB1 കാറ്റഗറിയിലെ വിസകൾ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് കിട്ടാത്ത അവസ്ഥ വരും. ഇതിനകം തന്നെ EB2 കാറ്റഗറി ഇന്ത്യക്കാർക്ക് ലഭ്യമല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. US തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡുകളിൽ ഏറ്റവും വേഗത്തിൽ ലഭിക്കാറുള്ള ഒരു വിഭാഗമായിരുന്നു EB1 കാറ്റഗറി. ഉയർന്ന കഴിവുകളുള്ള ഗവേഷകർ, പ്രൊഫസർമാർ, മൾട്ടിനാഷണൽ കമ്പനികളിലെ മാനേജർമാർ എന്നിവരാണ് ഈ വിസയെ ആശ്രയിക്കുന്നത്. ഈ കാറ്റഗറിയിൽ ഇന്ത്യയുടെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് 2022 ഒക്ടോബർ 15 ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അപേക്ഷകർക്കുള്ള EB1 വിസ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ വിസയ്ക്ക് ശക്തമായ ഡിമാൻഡ് ഉള്ളതുകൊണ്ടും US പ്രതീക്ഷിച്ചതിലും കൂടുതൽ കുടിയേറ്റ വിസ നമ്പറുകളുടെ ഉപയോഗവുമാണ് ഇപ്പോൾ ഈ നീക്കത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ US സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സെപ്റ്റംബർ 30 മുൻപ് ഈ വിസ നൽകാൻ പറ്റില്ല. US IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ കാത്തിരിക്കുന്ന വിസ കാറ്റഗറിയാണ് EB2. ഈ കാറ്റഗറിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് നീങ്ങുന്നത്. ഈ വിഭാഗത്തിലുള്ള ഇന്ത്യയുടെ കോട്ട പൂർണ്ണമായി തീർന്നു. ഈ കാറ്റഗറി ഇപ്പോൾ അൺഅവൈലബിൾ ആയിട്ടാണ് കാണിക്കുന്നത്. പുതിയ വിസകൾ ഇനി അടുത്ത സാമ്പത്തിക വർഷത്തിൽ മാത്രമേ അനുവദിക്കൂ. EB3 കാറ്റഗറിയിൽ കൂടുതലായി ഉള്ളത് സ്കിൽഡ് വർക്കേഴ്സ് ആണ്. ഈ വിഭാഗത്തിലും മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. ഇതിൽ ഇന്ത്യയുടെ മുൻഗണനാ തീയതി 2014 ജനുവരി 1 തന്നെ തുടരുന്നു. ഇവിടെ 12 വർഷത്തിലേറെ മുൻപ് അപേക്ഷിച്ചവർക്കാണ് ഇപ്പോൾ ഗ്രീൻ കാർഡ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തത് EB5 കാറ്റഗറിയാണ്. EB5 ഇൻവെസ്റ്റർ വിസ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ സാധാരണ രീതിയിലുള്ള EB5 വിസകളിൽ ഇന്ത്യക്കാർക്കുള്ള കോട്ട ഈ സാമ്പത്തിക വർഷത്തേക്ക് പൂർണ്ണമായും തീർന്നു. റിസർവ്ഡ് കാറ്റഗറി 2022 എക്സ്പാൻഷൻ നിയമപ്രകാരം ഗ്രാമീണ മേഖലകൾ, ഉയർന്ന തൊഴിലില്ലായ്മയുള്ള പ്രദേശങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ എന്നിവയിൽ നിക്ഷേപിക്കുന്നവർക്കുള്ള വിസകൾ ഇപ്പോഴും കറന്റ് എന്ന സ്റ്റാറ്റസിൽ തുടരുന്നു. അമേരിക്കൻ വിസ ലഭിക്കാൻ വർഷങ്ങളുടെ താമസം നേരിടുന്നതോടുകൂടി ഭൂരിഭാഗം ടെക് വിദഗ്ധരും കാനഡ, ഓസ്ട്രേലിയ, UK തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ പുതിയ കോട്ടകൾ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് ഇനി എന്തെങ്കിലും മാറ്റമുണ്ടാവുക. എന്നാൽ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരാത്തിടത്തോളം കാലം ഈ നീണ്ട കാത്തിരിപ്പ് തുടരുക തന്നെ ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾ തങ്ങളുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് കൃത്യമായ തീരുമാനമെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വന്ന അന്നു മുതൽ കുടിയേറ്റ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കി. വിസ നടപടികളിൽ പല ബുദ്ധിമുട്ടുകളും കാലതാമസങ്ങളും ഒക്കെ നേരിടുന്നുണ്ട്. അങ്ങനെ അനുദിനം അമേരിക്ക പ്രവാസി സൗഹൃദമല്ലാത്തൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു വലിയ പങ്ക് ഈ പ്രവാസികളുടെ പണമാണ്. അമേരിക്കയിൽ നിന്നും മറ്റ് ഗൾഫ് നാടുകളിൽ നിന്നും പ്രവാസി പണം നമുക്ക് കിട്ടുന്നുണ്ട്. അത് കോടികളാണ് വരുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെയൊക്കെ നാട്ടില് ഈ അമേരിക്കയിലേക്കൊരു ജോലിയും കരിയറും ജീവിതവും ഒക്കെ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട്. പല കുട്ടികളും ലോണൊക്കെ എടുത്ത് അമേരിക്കയിൽ പോകുന്നതിനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പം അവരുടെയൊക്കെ കാര്യത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അമേരിക്ക പഴയതുപോലെ അല്ല. അമേരിക്കയിൽ ഒരുപാട് കുടിയേറ്റ നിയമങ്ങളിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. മാത്രമല്ല, ഭാവിയിൽ ഇനിയും കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കയിൽ പോകുന്ന കാര്യം ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്ക അല്ലെങ്കിൽ മറ്റേത് രാജ്യമാണ് കുറച്ചുകൂടി നമുക്ക് നല്ലത്, അല്ലെങ്കിൽ അവിടേക്ക് ചുവട് മാറ്റുന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ ഇനി ചിന്തിച്ചു തുടങ്ങണം.